സംസ്ഥാനത്ത് ഒരു ശരാശരി CPM-കാരന് സ്വപ്നം കാണാൻ കഴിയാത്ത വിധം പിണറായി സർക്കാരിനെതിരെ ജനങ്ങൾ വിധി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പയ്യന്നൂരും ധർമ്മടവും ഏലത്തൂരും ഇങ്ങ് വാമനപുരവും ഒക്കെ നമുക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട്. CPM മുന്നോട്ട് വെക്കുന്ന അവരുടെ പ്രഖ്യാപനങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടായിരുന്നു തങ്ങളുടെ സർക്കാർ പ്രവർത്തിച്ചു വന്നത് എന്ന് പോളിംഗ് ബൂത്തിലെത്തി CPM-നെ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ, വിശിഷ്യ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ സംഘത്തെയും പഠിപ്പിക്കുവാൻ ശക്തമായ തീരുമാനമെടുത്തത് ആ പാർട്ടിയുടെ തന്നെ പ്രവർത്തകരാണ് എന്ന് തെളിയിക്കുന്നതാണ് CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ UDF-ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മുന്നേറ്റങ്ങൾ. ധർമ്മടം പോലെയുള്ള മണ്ഡലത്തിൽ എല്ലാ ബൂത്തുകളിലും ഏകപക്ഷീയമായി വിജയം ഉറപ്പിച്ചിട്ടുള്ള ശ്രീ പിണറായി വിജയൻ്റെ കാല് ഇടറുമ്പോൾ ആ കാറ്റിൽ പയ്യന്നൂരും ഏലത്തൂരും തുടങ്ങി എല്ലാ ജില്ലകളിലെയും പ്രധാനപ്പെട്ട ഇടത് കോട്ടകൾ തകർന്നു വീഴുന്നതിൻ്റെ കാര്യകാരണങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മൾ അന്വേഷിക്കണം. അത് തിരുത്തുവാനുള്ള കരുത്ത് നിലവിൽ CPM-ന് ഉണ്ടാകണമെങ്കിൽ ശ്രീ അൻവറിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞ പിണറായിസവും അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ഇസങ്ങളും അവസാനിപ്പിക്കാൻ കഴിയുന്ന ശബ്ദങ്ങൾ ഈ പാർട്ടിയിൽ ഉണ്ടാകണം. അതുണ്ടാക്കാനുള്ള ഇടതുപക്ഷത്തോടൊപ്പം തോൾ ചേർന്ന് നിന്ന ജനങ്ങളുടെ ഒരു ചികിത്സയാണ്, അതിൻ്റെ ഫലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ 50 ലക്ഷത്തോളം വരുന്ന അംഗങ്ങളും പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ബഹുജന സംഘടനകളുടെ കൂട്ടങ്ങളും കേരള ജനങ്ങളുടെ മനസ്സ് വായിക്കുവാൻ സമ്പൂർണ്ണമായി കഴിഞ്ഞ നാളുകളിൽ പരാജയപ്പെട്ടുകൊണ്ടിരുന്നു എന്നതിന് ഇതിൽ വലിയ തെളിവ് നമുക്ക് പങ്കുവെക്കാനില്ല. 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ EMS ആയിരുന്നു കോൺഗ്രസിൻ്റെ മുന്നണി സംവിധാനത്തിനെതിരെ ഇടതുപക്ഷത്തെ നയിച്ചത്. ആരെയും ഞെട്ടിപ്പിക്കുന്ന വിധം കേരളത്തിൽ ശ്രീ കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് മുന്നണിക്ക് വലിയ ഭൂരിപക്ഷം കൊടുക്കുവാൻ ജനങ്ങൾ തീരുമാനമെടുത്തു. ആ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിൽ EMS കഷ്ടിച്ചാണ് വിജയിച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഞാൻ രാഷ്ട്രീയമായി ഇതാ പരാജയപ്പെട്ടിരിക്കുന്നു. ആ ശക്തമായ സുതാര്യമായ ഒരു തീരുമാനത്തിലൂടെ CPM പിന്നീട് നടത്തിയ തിരുത്തൽ ശ്രമങ്ങളാണ് 1980-ലും പിന്നീടും കേരളത്തിലെ ജനങ്ങൾക്ക് CPM-നുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചത്. അങ്ങനെ ഒരു തിരുത്തൽ ശക്തിയായി മാറുവാൻ CPM-ൽ ഇനിയും അവസരം ഉണ്ടോ, അതിനൊരു കരുത്തുള്ള ആളുകൾ ഇതിൽ നേതൃത്വ പദവിയിലേക്ക് എത്തുമോ എന്ന ചോദ്യമാണ് ഈ വലിയ ആഘാതം ജനങ്ങൾ CPM-ൽ ഏൽപ്പിച്ചതിലൂടെ അവർ പ്രതീക്ഷിക്കുന്നത്.